ഇന്ന് കാണുന്ന പോർച്ചുഗലായിരുന്നില്ല അത്. യൂസേബിയോയും ഫിഗോയുമൊക്കെ പന്ത് തട്ട് കളിച്ചിട്ടും ഒറ്റ കിരീടവും നേടാനാകാതെ തലകുനിച്ചു മടങ്ങിയ പോർച്ചുഗീസ് പട. ഗാലറിയിൽ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ട്. ഒടുക്കം ആ ജനതയുടെ പ്രതീക്ഷകളെയും വഹിച്ച് അയാൾ ബൂട്ട് കെട്ടി ഇറങ്ങുന്നു. ആളും ആരവങ്ങളും ഇല്ലാത്ത ആ സാമ്രാജ്യം ഏത് പോരാട്ടത്തിനും കെൽപ്പുള്ളൊരു ശക്തിയായി തലയെടുപ്പോടെ നിൽക്കുന്നതും അങ്ങനെയാണ്. ക്രിസ്റ്റ്യാനോയില്ലാത്ത നിങ്ങൾക്കൊരു പോർച്ചുഗീസ് ചരിത്രത്തെയും പൂർത്തിയാക്കാനാവില്ല. രണ്ട് കിരീടങ്ങൾ, രണ്ട് കിരീടങ്ങൾ. 2016 യൂറോ കപ്പും 2018-19 UEFA നാഷൻസ് ലീഗും. പോർച്ചുഗൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ കിരീടങ്ങൾ മാത്രമേ നേടിയിട്ടുള്ളൂ. രണ്ടിനും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേര് നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നത് കാണാം. കരിയറിൻ്റെ അവസാനത്തിൽ മറ്റൊരു യൂറോ കപ്പിൻ്റെ കളിമുറ്റത്ത് പന്തു തട്ടാനെത്തുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും അയാളുടെ ചിന്തകളിലെവിടെയും ഉണ്ടായിരുന്നിരിക്കില്ല. അങ്ങനെയൊരു പടിയിറക്കമാകണം അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ഷൂട്ടൗട്ടിലെ മരണവര കടന്ന് പന്തെത്തിക്കാൻ പോർച്ചുഗീസ് നിരയിൽ ഒരാൾക്ക് സാധിക്കാതെ വന്നതോടെ ചിതറിയ സ്വപ്നങ്ങളുമായി ജർമ്മനിയിൽ നിന്ന് അയാൾക്ക് തിരിച്ചു നടക്കേണ്ടി വന്നു. ഇനിയൊരു യൂറോ കപ്പ് ക്രിസ്റ്റ്യാനോയ്ക്ക് മുന്നിലില്ല. തൻ്റെ അവസാനത്തെ യൂറോ കപ്പാണെന്ന് അയാൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. തോറ്റെങ്കിലും ആ മടക്കം തല താഴ്ത്തില്ല. പരാജിതരുടെ നായകനായിട്ടുമല്ല, യൂറോപ്പിൻ്റെ രാജകുമാരനായി തന്നെയാണ്. ഇനി തനിക്ക് നേടാൻ എന്താണ് അവശേഷിക്കുന്നതെന്ന് റൊണാൾഡോ ചോദിക്കുന്നതും മറ്റൊന്നും കൊണ്ടല്ല. 2004 യൂറോ കപ്പിൽ പന്തു തട്ടി തുടങ്ങിയ കൗമാരക്കാരൻ 2 പതിറ്റാണ്ടിനപ്പുറം മറ്റൊരു യൂറോയിലെത്തുമ്പോഴേക്കും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ മാത്രമല്ല ലോക ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ആ പേര് രേഖപ്പെടുത്തി വെച്ചതിൻ്റെ ബലത്തിൽ കൂടിയാണ്. യൂസേബിയോയ്ക്കും ഫിഗോയ്ക്കുമെന്നല്ല, ഒരു പോർച്ചുഗീസ് നായകനും അന്നുവരെ കഴിയാത്തത് സാധ്യമാക്കിയ ഇതിഹാസം. പോർച്ചുഗീസ് പടയുടെ കപ്പിത്താൻ്റെ തിരിച്ചിറക്കമെന്നതിനപ്പുറം യൂറോ കപ്പിലെ റെക്കോർഡുകളുടെ തോയനായി മാറിയ രാജകുമാരൻ്റെ പടിയിറക്കം കൂടിയാണ് 2024 ജർമ്മനി ബാക്കിയാക്കുന്ന ഏറ്റവും ഹൃദയഭേദകമായ ചിത്രം. ക്രിസ്റ്റ്യാനോ ജനിക്കുന്നതിനും ഒരു വർഷം മുമ്പ് 1984 പോർച്ചുഗൽ ആദ്യമായി യൂറോ കപ്പിൽ കളിക്കാനെത്തുന്നത്. ആ ടൂർണമെൻറ്റിൽ തന്നെ ടീം സെമിയിലുമെത്തി. ഫ്രഞ്ച് ഇതിഹാസം മിഷേൽ പ്ലാറ്റിനി മിന്നും പ്രകടനം കാഴ്ചവെച്ച യൂറോയിൽ സെമിയിൽ പോർച്ചുഗലിനെ വീഴ്ത്തിയതും ഫ്രാൻസ് തന്നെ. മത്സരത്തിൻ്റെ 119 മിനിറ്റിൽ ലക്ഷ്യം കണ്ട് പ്ലാറ്റിനി പോർച്ചുഗലിൻ്റെ വഴിയടച്ചു. സെമിയിലും ഫൈനലിലുമടക്കം 9 ഗോളുകൾ നേടിയ പ്ലാറ്റിനി അന്ന് റെക്കോർഡുമിട്ടു. ഒരു യൂറോ കപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടം. ആ റെക്കോർഡ് ഇന്നും ആർക്കും തകർക്കാനായിട്ടില്ല. അന്ന് സെമിയിൽ മടങ്ങിയ ടീം പിന്നീട് വരുന്നത് 1996 ടൂർണമെൻറ്റിൽ ക്വാർട്ടറിൽ ചെക്ക് റിപ്പബ്ലിക്കിനോട് തോറ്റ് പുറത്തായി. 2000 ഫ്രാൻസ് വീണ്ടും സെമിയിൽ വഴിമുടക്കി. 4 വർഷങ്ങൾക്കിപ്പുറം യൂറോപ്പിൻ്റെ ചാമ്പ്യൻ പട്ടത്തിനായി പോർച്ചുഗീസ് പട. അന്ന് ഫിഗോയ്ക്കും ഡെക്കോയ്ക്കുമൊപ്പം ക്രിസ്റ്റ്യാനോയും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി നോക്കൗട്ടിലേക്ക് കടന്ന ടീം വമ്പന്മാരെ വീഴ്ത്തിയാണ് മുന്നേറിയത്. ക്വാർട്ടറിൽ ഇംഗ്ലണ്ടും സെമിയിൽ ഡച്ച് പടയും വീണു. എന്നാൽ ഫൈനലിൽ ഗ്രീസിനോട് കാലിടറി 1 ഗോളിന് തോറ്റ് മടങ്ങേണ്ടി വന്നു. 2008 ക്വാർട്ടറിലും 2012 സെമിയിലും പുറത്തായതോടെ ഒരു അന്താരാഷ്ട്ര കിരീടം ഇനിയും ഏറെ അകലെയാണെന്ന കടുത്ത യാഥാർത്ഥ്യം പോർച്ചുഗീസ് ജനതയുടെ ഉള്ളുലയിക്കാൻ തുടങ്ങി. കാത്തിരിപ്പുകൾക്ക് വീണ്ടും നീളമേറി. അന്ന് ഫിഗോയ്ക്കൊപ്പം പന്തു തട്ടിയ മദീരയിലെ കൗമാരക്കാരൻ യൂറോപ്പിലെ മൈതാനങ്ങളെ ത്രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ക്രിസ്റ്റ്യാനോയുടെ നായകത്വത്തിൽ തന്നെ പോർച്ചുഗൽ 2016 യൂറോ കപ്പിനെത്തി. എല്ലാ പ്രതീക്ഷകളും റൊണാൾഡോയിലായിരുന്നു. എന്നാൽ റൊണാൾഡോയ്ക്ക് മിന്നും പ്രകടനം പുറത്തെടുക്കാനാവാതെ വന്നതോടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പോർച്ചുഗൽ നിരാശപ്പെടുത്തി. താരതമ്യേന ദുർബലമായ ഗ്രൂപ്പായിരുന്നിട്ടും 3-ാം സ്ഥാനക്കാരായാണ് ക്രിസ്റ്റ്യാനോയും സംഘവും നോക്കൗട്ടിലെത്തുന്നത്. അതും ഒറ്റ ജയം പോലുമില്ലാതെ. ആദ്യ മത്സരത്തിൽ ഐസ്ലാൻഡിനോടാണ് സമനില വഴങ്ങിയത്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ചു. 2-ാം മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ ഗോൾ രഹിത സമനില. മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ പെനാൽറ്റിയും നഷ്ടപ്പെടുത്തി. എന്നാൽ ഹംഗറിക്കെതിരായ മത്സരത്തിൽ റൊണാൾഡോ ഉഗ്രൻ തിരിച്ചുവരവ് നടത്തി. റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിൽ ടീം സമനില പിടിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തു. പിന്നാലെ ക്രൊയേഷ്യയും വീഴ്ത്തി ക്വാർട്ടറിലേക്ക് മുന്നേറി. പോളണ്ടിനെ ഷൂട്ടൗട്ടിൽ കീഴടക്കി സെമി പ്രവേശവും. സെമിയിൽ റൊണാൾഡോയും സംഘവും ഉണർന്നു കളിച്ചു. അതുവരെ കണ്ട പോർച്ചുഗലായിരുന്നില്ല സെമിയിൽ.
വെയിൽസിനെതിരെ ആധികാരിക ജയം നേടിയാണ് പോർച്ചുഗീസ് പട മറ്റൊരു ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത്. നായകൻ റൊണാൾഡോയും പിന്നാലെ നാനിയും വലകുലുക്കിയതോടെ കിരീടമോഹം പേറി കലാശപ്പോരിനെത്തി. ഫൈനലിൽ ഫ്രഞ്ച് പടയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നായകനെ പാതിവഴിയിൽ നഷ്ടപ്പെട്ടു പോർച്ചുഗലിന്. പരിക്കേറ്റ് റൊണാൾഡോ കണ്ണീരണിഞ്ഞ് മുടന്തിയാണ് കളം വിട്ടത്. എന്നാൽ പോരാടാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് മുന്നിൽ മറ്റൊന്നും തടസ്സമായില്ല. എക്സ്ട്രാ ടൈമിൽ ഹെഡറിൻ്റെ ഒറ്റ ഷോട്ടിൽ പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ ചരിത്രം പുതുക്കിയെഴുതപ്പെട്ടു. പരിക്കേറ്റ് പുറത്തായിട്ടും സൈഡ് ലൈനിൽ കാലിലൊരു കെട്ടുമായി ക്രിസ്റ്റ്യാനോ പോർച്ചുഗലിന് താങ്ങായി നിന്നു. മൈതാനത്തിൻ്റെ വെള്ളവരയ്ക്ക് പുറത്ത് നിന്ന് ടീമിന് കരുത്തേകി. ക്രിസ്റ്റ്യാനോ എന്ന നായകനെ അക്ഷരാർത്ഥത്തിൽ അടയാളപ്പെടുത്തിയാണ് കലാശപ്പോര് കടന്നുപോയത്. അയാൾ പോർച്ചുഗീസ് ജനതയുടെ ഇക്കാലം അത്രയും കണ്ട സ്വപ്നം സഫലമാക്കിയ നായകനായി. യൂറോപ്പിൻ്റെ രാജാക്കന്മാരായി പോർച്ചുഗീസ് പട തലയുയർത്തി മടങ്ങി. ടീമിനായി കിരീടമുയർത്തുകയെന്ന ചരിത്രത്തിൽ ഇന്നുവരെ മറ്റൊരു പോർച്ചുഗീസ് നായകനും എത്തിപ്പിടിക്കാനാവാത്ത നേട്ടം മാത്രമായിരുന്നില്ല ആ യൂറോയിൽ ക്രിസ്റ്റ്യാനോ സ്വന്തമാക്കിയത്. യൂറോയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മിഷേൽ പ്ലാറ്റിനിയുടെ റെക്കോർഡിനൊപ്പവും റൊണാൾഡോ എത്തി. 2020 5 ഗോളുകൾ കൂടി നേടിയതോടെ ഗോൾ നേട്ടം 14 ഉയർത്തി. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും അതോടെ സ്വന്തമാക്കി. 4 വർഷങ്ങൾക്കിപ്പുറം ജർമ്മനിയിലെത്തുമ്പോഴേക്കും അയാൾ റെക്കോർഡുകളുടെ തോയനായി മാറിയിരുന്നു. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റ് കളിച്ച താരം, യൂറോ കപ്പിൽ കൂടുതൽ മത്സരം കളിച്ച താരം, ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റുകളിൽ ഗോളടിച്ച താരം എന്നിങ്ങനെ യൂറോ കപ്പിൻ്റെ ചരിത്രം റൊണാൾഡോ പലകുറി തിരുത്തിയെഴുതി. 6 യൂറോ കപ്പുകളിലാണ് താരം ബൂട്ട് കെട്ടിയത്. ഇത്രയും ടൂർണമെൻറ്റുകളിൽ കളിച്ച മറ്റൊരു താരവുമില്ല. 5 ടൂർണമെൻറ്റുകളിലും വലകുലുക്കി. യൂറോ യോഗ്യത മത്സരങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ താരം ബഹുദൂരം മുന്നിലാണ്. യൂറോപ്പിൽ സർവ്വവും കീഴടക്കിയ റൊണാൾഡോ കിരീടത്തിളക്കത്തോടെ പടിയിറങ്ങാനാണ് ജർമ്മനിയിലെത്തിയത്. ഒരിക്കൽ കൂടി പോർച്ചുഗീസ് പടയെ യൂറോപ്പിൻ്റെ അധിപന്മാരാക്കുക, വീണ്ടും കപ്പുയർത്തുന്ന നായകനാക്കുക, പോർച്ചുഗലിൻ്റെ രാജകുമാരനായി പറഞ്ഞിറങ്ങുക. അത്രമാത്രം. തൻ്റെ അവസാന യൂറോ കപ്പാണിതെന്ന് റൊണാൾഡോ തന്നെ വ്യക്തമാക്കിയിരുന്നു. ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് ജേതാക്കളായി തന്നെ റൊണാൾഡോയും സംഘവും നോക്കൗട്ടിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒറ്റ ഗോൾ പോലും നേടാൻ പോർച്ചുഗീസ് നായകന് സാധിച്ചില്ല. പ്രീ ക്വാർട്ടറിൽ സ്ലൊവീനിയയ്ക്കെതിരെ ഷൂട്ടൗട്ടിലാണ് പോർച്ചുഗൽ ജയിക്കുന്നത്. അധിക സമയത്ത് കിട്ടിയ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ റൊണാൾഡോ പൊട്ടിക്കരയുന്ന കാഴ്ചയ്ക്കും യൂറോ കപ്പ് സാക്ഷ്യം വഹിച്ചു. ക്വാർട്ടറിൽ ഫ്രഞ്ച് പടയ്ക്കെതിരെയും റൊണാൾഡോ സംഘവും ഉഗ്രൻ പോരാട്ടം തന്നെ കാഴ്ചവെച്ചു. അവസാന മിനിറ്റ് വരെ ആക്രമണ ഫുട്ബോളിൻ്റെ മൂർച്ച. ഗോൾ മാത്രം അകന്നു നിന്നതോടെ മത്സരം ഷൂട്ടൗട്ടിലേക്ക് കടന്നു. അവിടെയും പോർച്ചുഗലിൻ്റെ ആദ്യ കിക്കെടുക്കാൻ അയാളുണ്ടായിരുന്നു. തെല്ലിയുടെ സംശയത്തിനിട നിൽക്കാതെ ഏത് ഘട്ടത്തിലും ടീമിന് താങ്ങായും തണലായും താനുണ്ടാകുമെന്ന അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു അത്. പിഴക്കാതെ ക്രിസ്റ്റ്യാനോ വലകുലുക്കി ടീമിന് ആത്മവിശ്വാസം നൽകി. പക്ഷേ ഒരു കിക്ക് മാത്രം വലയിലാക്കിയത് കൊണ്ടായില്ലല്ലോ. പിന്നാലെ വന്നവരിൽ ജാവോ ഫെലിക്സിന് പിഴച്ചപ്പോൾ അവിടെ പോർച്ചുഗലിൻ്റെ യൂറോ യാത്രയ്ക്ക് കൂടി അവസാനമായി. നിരാശയോടെ പോർച്ചുഗീസ് പടയ്ക്ക് മടങ്ങേണ്ടി വന്നു. പിന്നാലെ പൊട്ടിക്കരഞ്ഞ പെപ്പയെ ചേർത്തു പിടിക്കുന്ന റൊണാൾഡോയെയും കണ്ട് ഹാംബർഗിലെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെയൊരു മടക്കമായിരുന്നില്ല അയാൾ ആഗ്രഹിച്ചിരുന്നത്. ഇനിയൊരു യൂറോ കപ്പിൽ പോർച്ചുഗലിൻ്റെ കപ്പിത്താനായി ആ 7ാം നമ്പറുകാരനെ കണ്ടേക്കില്ലെന്ന യാഥാർത്ഥ്യം കളിപ്രേമികളുടെ ഉള്ളിലേക്കുന്നുണ്ട്. എങ്കിലും പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ചരിത്രം തിരുത്തിയെഴുതിയ ഇതിഹാസത്തെ പോർച്ചുഗലിന് അന്താരാഷ്ട്ര കിരീടം നേടിത്തന്ന ഒരേയൊരു നായകനെ കായിക ലോകമൊന്നടങ്കം ചേർത്തു പിടിക്കുന്നു.